നിങ്ങൾക്കറിയാമോ, വിമാനങ്ങളെപ്പോലെ നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഓട്ടോ പൈലറ്റിൽ വെക്കാൻ കഴിയും. നിങ്ങളൊരു വിമാനം ഓട്ടോ പൈലറ്റിൽ വെക്കുമ്പോൾ അത് മുൻകൂട്ടി നിശ്ചയിച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഇൻഡെക്സ് ഫണ്ടുകൾ ഒരു പ്രത്യേക ഇൻഡെക്സ് രീതിയിൽ നിർദ്ദിഷ്ട സൂചിക പിന്തുടരുന്നു. ലളിതമായി പറഞ്ഞാൽ, ഇൻഡെക്സ് ഫണ്ട് ഒരു മാർക്കറ്റ് സൂചികയുടെ പ്രകടനത്തെ പകർത്തിയെടുക്കുന്നു. ഉദാഹരണമായി BSE സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി 50 പോലെയുള്ള മാർക്കറ്റ് സൂചികയുടെ അതേ അനുപാതത്തിൽ ഓഹരികൾ സൂക്ഷിക്കുന്നു. താങ്കളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മറ്റേതെങ്കിലും ഇൻഡെക്സുകളിൽ നിക്ഷേപം നടത്താം. വിശദീകരിക്കാൻ ഒരു ഉദാഹരണം: നിങ്ങൾ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് നിക്ഷേപിക്കുമ്പോൾ അതൊരു പഴക്കുട്ടയുടെ ഒരു പങ്ക് വാങ്ങുന്ന പോലെയാണ്. നിങ്ങളുടെ നിക്ഷേപമെല്ലാം 50 കമ്പനികളിലും സൂചികയിലുള്ള അതേ അനുപാതത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അതിനാൽ ഒരു കമ്പനി നന്നായി പ്രവർത്തിക്കുമെങ്കിൽ മറ്റൊന്ന് ഇല്ലെങ്കിൽ അത് സമതുലിതമാകും. ഒരു കുട്ടയിൽ പഴങ്ങളുടെ മിശ്രിതമുള്ളതുപോലെ ഒരു പഴം മികച്ചതാണെങ്കിൽ പോലും മൊത്തത്തിലുള്ള തിരഞ്ഞെടുപ്പ് ഇപ്പോഴും മികച്ചതാണെന്ന് ഉറപ്പാക്കുന്നു. ഇൻഡെക്സ് ഫണ്ടുകളുടെ ഒരു ഗുണം അവയുടെ സുതാര്യതയാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ മനസ്സിലാക്കുന്നത് എളുപ്പമാക്കിക്കൊണ്ട് നിങ്ങൾ ഏതൊക്കെ ഓഹരിയിലാണോ നിക്ഷേപിച്ചിരിക്കുന്നതെന്നും ഏതനുപാതത്തിലാണെന്നും എല്ലായ്പ്പോഴും കൃത്യമായി അറിയാൻ സാധിക്കും. വ്യക്തിഗത സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇൻഡെക്സ് ഫണ്ടുകൾ നിങ്ങളുടെ നിക്ഷേപം ഒന്നിലധികം കമ്പനികളിലായി വ്യാപിക്കുകയും നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കുകയും നിങ്ങളുടെ അപകട സാധ്യതയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇൻഡെക്സ് ഫണ്ടുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ നിക്ഷേപയാത്ര അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ വിന്യസിക്കാൻ സഹായിക്കാൻ കൂടുതൽ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.